CUETയിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ബെറ്റർ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ് അല്ലേ? എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് CUETയിൽ ഏതാണ് ബെസ്റ്റ് കോളേജുകൾ, ഏതാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അതിന് എല്ലാം മറുപടിയായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ. ഫസ്റ്റ്ലി ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം ജിഷ്ണു. വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. നമ്മുടെ ഇന്ത്യയിൽ 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ 100-ൽ കൂടുതൽ സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു CUET എക്സാം എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ആ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇന്ത്യയിലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഇതൊരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇതിലും കൂടുതൽ എന്താണ് ക്യാമ്പസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഇപ്പോൾ കാശ്മീരിലാണെങ്കിലും ജമ്മു ആണെങ്കിലും കാശ്മീരൊക്കെ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതിലൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ഇത് അലഹബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും, ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച് ഉണ്ടായിരിക്കും. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും ഒരു പ്രത്യേകതയാണ് എന്ത്, ഇത്തരത്തിലുള്ള ഒരു പുരാതനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരിക്കും എല്ലാതും ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ അതേപോലെ അടുത്തതാണ് ഇത്. അടുത്ത ഒരു ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഡൽഹിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എന്താണ് ഒരുപാട് പറയാനുണ്ട്. കാരണം ഡൽഹിക്ക് മാത്രം ഒരു സ്പെഷ്യൽ ക്രൈറ്റീരിയ തന്നെ ഉണ്ട്, നമ്മുടെ ഒരു ടെക്നിക്കൽ സൈഡ്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണാൻ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ടെസ്റ്റ് നിങ്ങൾക്ക് വേണം, ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണം, അതേപോലെ 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ വേണം. അത് നിങ്ങൾ +2 പഠിച്ച ഡൊമൈൻ തന്നെ വേണം. നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസ് പഠിച്ച കുട്ടികൾ കൊമേഴ്സ് എടുക്കുകയാണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ഒരു ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷ്, സയൻസിലെ 3 സബ്ജക്റ്റുകളാണ് എന്ത് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരിക. അത് ഏതിനാണെങ്കിലും. ഇപ്പോൾ കൊമേഴ്സിലെ കുട്ടികൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് ഡിഗ്രി ഏതെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താണ് നിങ്ങൾ കൊമേഴ്സിൽ പഠിച്ച 3 ഡൊമൈൻ സബ്ജക്ട് 3 സബ്ജക്റ്റുകൾ, ഇപ്പോൾ അക്കൗണ്ടൻസി ഉണ്ടാവും, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും. ദെൻ അതിന് പുറമെ ജനറൽ ടെസ്റ്റ്, ഇംഗ്ലീഷ്, ഈ 5 പേപ്പറുകളാണ് നിങ്ങൾക്ക് വേണ്ടി വരിക. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ടെക്നിക്കൽ സൈഡ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു നമ്മുടെ ടെക്നിക്കൽ സൈഡ്, ടെക്നിക്കൽ കംപ്ലീറ്റ് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊന്ന് പോയിട്ട് കാണാം. ഓക്കെ, ദെൻ ഡൽഹി യൂണിവേഴ്സിറ്റിനെ പറയുകയാണെങ്കിൽ 91ഓളം ക്യാമ്പസുകൾ ഡൽഹിയുടെ അണ്ടറിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ 91ഓളം ക്യാമ്പസുകൾക്കുള്ള എക്സാം കംപ്ലീറ്റ് എന്താണ് CUETയുടെ അണ്ടറിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്താണ് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റീനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3ആയിട്ട് എന്ന് പറഞ്ഞാൽ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ് എന്നിങ്ങനെ 3ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏതൊക്കെ ക്യാമ്പസുകളാണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് സൗത്ത് ക്യാമ്പസ്. സൗത്ത് ക്യാമ്പസിൽ വരുന്ന കോളേജുകളുടെ ലിസ്റ്റാണിത്. എല്ലാവരും കൃത്യമായിട്ടൊന്ന് നോക്കി നോക്കാം അല്ലെ. 17-ൽ കൂടുതൽ എന്താണ് നോർത്തിൽ നമ്മൾക്ക് ക്യാമ്പസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലേഡി ശ്രീറാം, അതുപോലെ തന്നെ ശ്രീ വെങ്കടേശ്വര തുടങ്ങി ഒരുപാട് ക്യാമ്പസുകൾ. ഇതിൽ ഗാർഗി കോളേജൊക്കെ നല്ല ഫേമസ് കോളേജുകളാണ് കേട്ടോ. അതുപോലെ ദിയാൽ സിംഗ് കോളേജ്, നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിലെല്ലാ കോളേജുകളിലും എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ എന്താണ് അടുത്തതാണ് ഏത് നോർത്ത് ക്യാമ്പസ് എന്നുള്ളത്. നോർത്ത് ക്യാമ്പസിലും ഒരുപാട് സൂപ്പർ കോളേജുകൾ നോർത്ത് ക്യാമ്പസിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദു കോളേജ്, മിറണ്ട ഹൗസ് ഒക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കോളേജുകളാണ് അല്ലേ. ഇപ്പൊ ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷാറുഖ് ഖാൻ, അതേപോലെ അമിതാഭ് ബച്ചൻ ഇവരൊക്കെ പഠിച്ച ഒരു ക്യാമ്പസുകളാണ്. ഇവരൊക്കെ പഠിച്ച ക്യാമ്പസാണ് ഡൽഹി കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 13-ൽ കൂടുതൽ എന്താണ് ക്യാമ്പസുകൾ ഏതിൽ വരുന്നുണ്ട്, നോർത്ത് ക്യാമ്പസിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ബെറ്റർ, അതിൽ നിങ്ങൾ എത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഡൽഹിയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ CUET എക്സാം കഴിഞ്ഞ് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോളേജുകൾക്കനുസരിച്ച് നമ്മൾ എന്താണ് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഏതിന് കൊടുക്കണം, സെക്കൻഡ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം, ഇങ്ങനെയുള്ള പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് നമുക്ക് എന്താണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. സോ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഉള്ളത് ഏറ്റവും ടോപ്പിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് കോളേജുകളിൽ നമ്മൾ പ്രിഫറൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇത്
ഓഫ് ക്യാമ്പസ് എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ഇതിനെ ഇപ്പോൾ ഈ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? അതായത് ഡൽഹി എന്ന ഒരു ഏരിയയിൽ നോർത്ത് സൈഡിൽ നിൽക്കുന്ന ക്യാമ്പസ് ആണ് എന്ത് നോർത്ത് ക്യാമ്പസ്, സൗത്ത് സൈഡിൽ നിൽക്കുന്നതാണ് എന്ത് സൗത്ത് ക്യാമ്പസ് എന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതേപോലെ ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഓഫ് ക്യാമ്പസിൽ വരുന്നതാണ് ഇത്രയും കോളേജുകൾ. ഈ ഓഫ് ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള ഇപ്പൊ നോർത്തും സൗത്ത് ആണെങ്കിലും എറൗണ്ട് അടുത്തടുത്ത് തന്നെ ആയിരിക്കും കോളേജുകൾ ഉണ്ടായിരിക്കാം, അടുത്തടുത്ത് തന്നെ ആയിരിക്കും എല്ലാ കോളേജുകളും ഉണ്ടായിരിക്കാം. പക്ഷെ എന്താണ് ഈ ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കോളേജ് മാത്രമാണ് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്താണ് അതിലും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രത്തോളം എന്താണ് 30-ൽ കൂടുതൽ എന്താണ് നമുക്ക് ഓഫ് ക്യാമ്പസുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് ഉള്ളത് ഡൽഹിയുടെ കീഴിലാണ്. ഇപ്പൊ പല സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ക്യാമ്പസ് ആണ്. ഇപ്പൊ പോണ്ടിച്ചേരി ആണെങ്കിൽ ഒറ്റ ക്യാമ്പസ് ആണ്. അതേപോലെ കേരളത്തിൽ നമ്മുടെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് കാസർഗോഡ്, ഇതൊക്കെ ഒറ്റ ക്യാമ്പസ് ആണ്. പക്ഷെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും 2-3 ക്യാമ്പസുകളുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് ക്യാമ്പസുകൾ ഉള്ളത്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഡൽഹിയിൽ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇഫ്ലു. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞു തരാം. ഇഫ്ലു അതേപോലെ അലിഗഡ്, JNU, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് ആണ് JNU കാര്യങ്ങളൊക്കെ. ഓക്കെ, JNU അതേപോലെ ഇഫ്ലു നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു ഫോറിൻ ലാംഗ്വേജ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ളതാണ് ഇഫ്ലു എന്നുള്ളത്. ഓക്കെ, ഇഫ്ലു ആണെങ്കിലും അലിഗഡ് ആണെങ്കിലും JNU ആണെങ്കിലും കംപ്ലീറ്റ് ഫോറിൻ ലാംഗ്വേജിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം CUTയുടെ അണ്ടറിൽ വരുന്നത് ഈ 3 യൂണിവേഴ്സിറ്റികളും മെയിൻ ആയിട്ട് CUTയുടെ അണ്ടറിൽ വരുന്നത് ഫോറിൻ ലാംഗ്വേജിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഉള്ള ഫോറിൻ ലാംഗ്വേജുകളാണ് BA പേർഷ്യൻ, അതേപോലെ എന്താണ് പാസ്റ്റോ, ഇതൊക്കെ എന്താണ് ഹോണേഴ്സ് ഡിഗ്രികളാണ്. അതായത് 4 വർഷത്തെ കോഴ്സുകളാണ്. എന്താണ് ഈ ഹോണേഴ്സ് ഡിഗ്രികളുടെ ഒക്കെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും ക്യാമ്പസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ദെൻ അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അഥവാ BHU എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ BHUവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് ഇത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ. പോണ്ടിച്ചേരി ക്യാമ്പസ് നല്ല രസകരമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നല്ല രസകരമായിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് പോണ്ടിച്ചേരി എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എറൗണ്ട് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. കോളേജുകളെ കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണം, ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എന്താണ് കൃത്യമായിട്ട് നമ്മളെ CUT കോച്ചിങ് അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റും എല്ലാ ഡൊമൈൻസും അവൈലബിൾ ആണ്. അതേപോലെ ജനറൽ ടെസ്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. അതും ചെറിയ ഫീസിൽ, ഏറ്റവും ചെറിയ ഫീസിൽ നല്ല ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് എൻസ്കോണിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.